ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ടോറസ് എനർജി അവരുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് April 20 to May 20 അകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. സോ ടോറസിൻ്റെ പേഴ്സണാലിറ്റി ബേസിക്കലി എന്ന് പറഞ്ഞാൽ ടോറസ് ലവ്സ് ടു ബി ഹാപ്പി. ഇൻ ജനറൽ നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് വേണം. അനാവശ്യമായിട്ടുള്ള ഡ്രാഗിങ് ഡ്രാമ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു അസ്തറ്റിക് കാര്യങ്ങളോട് ഇഷ്ടം ഉണ്ടാവാം. ആൻഡ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു നല്ല സ്പിരിറ്റ് ഓഫ് ഡെസേർട്സ് എന്നാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നല്ല നല്ല ഭംഗിയുള്ള രീതിയിൽ ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എറോമാസ്, നല്ല സ്മെല്ലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈൻ ലൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാനൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർ. ആൻഡ് നിങ്ങൾക്ക് നേച്ചുറൽ എംപാക്ട്സ് ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ വിഷമങ്ങളൊക്കെ നിങ്ങളുടെ വിഷമമായിട്ടുള്ളിൽ തോന്നാം. മോസ്റ്റ് പ്രോബ്ലി ഒരു ഗീവർ എനർജി, നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് എല്ലാവരെയും സഹായിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ ടോറസ് എനർജിയിൽ വരുന്നതെന്നാണ് കാണുന്നത്. സോ നിങ്ങൾക്കുള്ള മെസ്സേജസ് ഫ്രോം ദ യൂണിവേഴ്സ് എന്താണ്? ബിഫോർ ഡിസംബർ എൻഡ്സ്, ബിഫോർ 2025 നിങ്ങൾ എന്ത് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളത്? നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്നുള്ളത് നോക്കാം. So over the base card, I see the Emperor's card. As I said, നിങ്ങൾ ഭയങ്കര ഒരു സേഫ് എനർജിയാണ് ബാക്കിയുള്ളവർക്ക്. ലൈക്ക് ഒരു മദറിൻ്റെ പ്രൊട്ടക്റ്റീവ് ഹോം. അതായത് നമ്മൾ കുഞ്ഞുകുട്ടിയാകുമ്പോൾ അമ്മയുടെ വയറിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഫേസിൽ നമ്മൾ ഭയങ്കര സേഫാണ്, ഭയങ്കര കോസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ള റിലേഷൻഷിപ്പും ഭയങ്കര കോസി ആൻഡ് ഭയങ്കര കംഫോർട്ടബിൾ. വി ഫീൽ ലൈക്ക് എ ബേബി അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റിലും കളിച്ച് നടക്കുന്ന ഒരു കുട്ടിയായിട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് തോന്നുക. നിങ്ങൾ ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ് ആൻഡ് ഒരു മദർലി ഫിഗറൊക്കെ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് തോന്നുന്നത്. ഐ സി ദ നൈറ്റ് ഓഫ് കപ്സ് എനർജി. സോ നിങ്ങളിൽ പലരും മേ ബി ഇപ്പോൾ ഒരു പ്രപ്പോസൽ ചെയ്യണ്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി തോട്ട്സ് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദേ ആർ ഇൻ ലവ് വിത്ത് യുവർ പാർട്ട്ണർ. ആൻഡ് ഐ സീ ദ വേൾഡ് കാർഡ്. അതായത് നിങ്ങൾക്ക് ട്രാവൽ താല്പര്യമുണ്ടാവാം. നിങ്ങൾക്കൊരു നൊമാഡിക് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതായത് ഇപ്പം ബാക്ക് പാക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ബാഗ് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പോവുക, ജസ്റ്റ് എൻജോയ് ആൻഡ് ആ ഒരു എനർജി. ആൻഡ് യു ലൈക്ക് ടു ട്രാവൽ എ ലോട്ട്. ആൻഡ് ഐ സീ ദ എംപറർ കാർഡ്. നിങ്ങളുടെ പലരും ഒരു ലൈക്ക് ആ ഫാമിലിയുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് വിഷൻസ് ഉണ്ടാവാം. എൻ്റെ ഫാമിലി ഇങ്ങനെ കൊണ്ടുപോകണം, എൻ്റെ ഫാമിലി അങ്ങനെ എത്തിക്കണം, അങ്ങനെയൊക്കെയുള്ള വിഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. അലോങ് വിത്ത് ദാറ്റ് ഐ സീ 8 of Cups എനർജി. നിങ്ങൾ പലരും അറ്റ് എ മൊമെൻറ്റ് ചിലപ്പം ഒരു റോങ് ഡയറക്ഷനിലേക്ക് വാക്ക് ഓഫ് ആയി, അല്ലെങ്കിൽ ഒരു റോങ് ചോയ്സ് ചൂസ് ചെയ്തു എന്നുള്ളത് തോന്നാം. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലതിലും എപ്പോഴെങ്കിലും പാസ്റ്റ് ലൈഫിലാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പ് ചിലപ്പം തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ആർ എൻജോയിങ് എ ബ്യൂട്ടിഫുൾ ഫാമിലി ഓൾസോ. അതിനകത്ത് ദിസ് ഇസ് ലൈക്ക് എ 50-50 തിങ്. നിങ്ങൾക്ക് പാസ്റ്റിൽ ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിലെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആൻഡ് സ്റ്റാഫ് ഒക്കെ കാര്യങ്ങൾ കാണുന്നു. ഐ സേ നെക്സ്റ്റ് ഐ സീ 9 of Cups എനർജി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ കംപ്ലീറ്റ്ലി എല്ലായിടത്തും കട്ട് ഓഫായി മാറി നിൽക്കാനും ഒറ്റയ്ക്ക് ലൈഫ് മതി എന്നുള്ള രീതിയിലേക്ക്, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഐ സി നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി. നിങ്ങളൊരു കാര്യത്തിന് ഡെസ്റ്റിൻഡ് ആയിട്ട്, നിങ്ങളൊരു കാര്യത്തിന് തീരുമാനമെടുത്ത് റെഡിയായിട്ട് മുന്നോട്ടേക്ക് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ആർക്കും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു എനർജി നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് കാണുന്നു. ഐ സി ഏസ് ഓഫ് വാണ്ട്സ് എനർജി. അടുത്ത വർഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുണ്ട്, വിച്ച് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രം ദ യൂണിവേഴ്സ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഐ സീ ദ സ്റ്റാർ കാർഡ്. നിങ്ങളിൽ പലരും സ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ട് ഓവർനൈറ്റ് ഫേമസ് ആവുക, ഓവർനൈറ്റ് നിങ്ങൾ
ക്ലിക്ക് ആവുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഫേമസ് ആവാനും നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് മണി ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട്. അതേപോലെ ഐ സി ദ സ്ട്രെങ്ത് കാർഡ്, അതായത് നിങ്ങൾക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവരെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കാണുന്നു. ഐ സി ദ ടെമ്പറൻസ് കാർഡ്, അതായത് നിങ്ങൾക്ക് ഒരു മൂഡ് സ്വിങ്സ് പലപ്പോഴും ഉണ്ടാവാം. അതായത് നിങ്ങൾക്ക് ആ ഒരു മൂഡിലൊരു ബാലൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ബാലൻസ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ആ ഒരു ഇഷ്യൂസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടിയുണ്ട് എന്നുള്ളത് കാണുന്നു. അലോങ് വിത്ത് ദാറ്റ് ഐ സി ദ 4 of Pentacles എനർജി. നിങ്ങൾക്ക് ഒരുപാട് മണി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കാണുന്നു. ആൻഡ് യുവർ പാർട്ട്ണർ ചില സമയത്ത് ഇവർ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കില്ല എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഇയറിൽ യു ക്യാൻ എക്സ്പെക്റ്റ് ഒരു സെലിബ്രേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ, ഒരു ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഐ സി ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് മെയിൽ ഓർ ഫീമെയിൽ എനർജി, ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യലി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള എനർജി ഉണ്ട് എന്നുള്ളത് കാണുന്നു. അലോങ് വിത്ത് ദാറ്റ് ഐ സി ദ ഹൈ പ്രീസ്ട്രസ് കാർഡ്. ഹൈ പ്രീസ്ട്രസ് കാർഡ് എന്ന് പറയുമ്പോൾ വാട്ട് ഐ സി ഇസ് ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാവാം എന്നുള്ളത് എനിക്ക് കാണുന്നു. സോ യു മേ ഹാവ് സം സൈക്കിക് എബിലിറ്റീസ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് the 7 of Swords energy, the 10 of Wands energy. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റീലൊക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ആരെങ്കിലും പാര വയ്ക്കാനുള്ള ഒരു ചാൻസസും കൂടെ ഉണ്ട്. സോ വെൻ ഇറ്റ് കംസ് ടു എന്തെങ്കിലും ഒരു റീലൊക്കേഷന് ചാൻസസ് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് അത് ഒരു കംപ്ലീറ്റ് ഒരു ലെവലിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മൂന്നാമതൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം എന്നുള്ളതും കൂടിയാണ് എൻ്റെ അകത്ത് കാണുന്നത്. ആൻഡ് ഐ സി 2 of Pentacles energy. സോ ഇതിൻ്റെ അകത്ത് മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ഒരു ജോബും അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡ് ഹസിലും അങ്ങനെ നിങ്ങൾ ലൈഫിൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. സോ ദിസ് ഇസ് വാട്ട് ഐ എം സീയിങ് ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ ദിസ്, ഐ മീൻ പീപ്പിൾ ഹു ഹാവ് ബോൺ ഇൻ ഈ ടോറസ് എനർജി. സോ നിങ്ങൾക്ക് ഉള്ള മെസ്സേജസ് ഫ്രോം ദ സ്പിരിറ്റ് എന്താണ് നമുക്ക് നോക്കാം. സ്പിരിറ്റ് മെസ്സേജസ് ഫോർ യു എന്താണെന്ന് നമുക്ക് നോക്കാം. സെൽഫ് അവെയർനെസ് ഇസ് കീ. ടേക്ക് ടൈം ടുഡേ ടു ഗോ വിത്തിൻ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് യുവർ സോൾ. Go for a walk in nature, ground yourself, meditate, listen to your favorite music. Whatever you enjoy the most, do that today. So നിങ്ങൾക്ക് സെൽഫ് അവെയർനെസ്സിൻ്റെ ആവശ്യമുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം. ആൻഡ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്താറുണ്ടാവില്ല. മേ ബി നിങ്ങളുടെ സമയം മുഴുവൻ നിങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിനായിട്ട് പോകുന്നുണ്ടാവാം. സോ ഇറ്റ് ഈസ് ആസ്കിങ് യു, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്തും, നേച്ചറിലേക്ക് വാക്ക് ചെയ്യുക, ഗ്രൗണ്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഫേവറേറ്റ് മ്യൂസിക് ഉണ്ടെങ്കിൽ അത് ലിസൺ ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ സി നിങ്ങൾ എന്തെങ്കിലും ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ടോക്സിക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുക നിങ്ങളെ തന്നെ. ആൻഡ് നിങ്ങളുടെ സ്പിരിറ്റിനെ നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളത് കാണുന്നു. സോ ദീസ് ആർ ദ മെസ്സേജസ് ഫ്രം സ്പിരിറ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് മെസ്സേജസ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Until next video, it's bye bye.